സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയാണ്. അതായത് ഇവിടെയാണ് നമ്മൾ കന്യാകുമാരി വരുന്നത്. സോ ഇവിടെ കന്യാകുമാരി വന്നതിന് ശേഷം ഞാൻ തിരിച്ച് നമ്മുടെ ഇവിടെ വർക്കലയിലേക്കാണ് പോകുന്നത്. സോ തിരിച്ച് നമ്മൾ ഇപ്പം ഞാൻ നിൽക്കുന്ന പോയിൻ്റ് ഇതാണ്. അവിടെ നമ്മളിവിടെ കന്യാകുമാരി വന്ന് തിരിച്ച് നമ്മൾ റൈഡ് ചെയ്ത് നേരെ വർക്കലയിലേക്കാണ് വരുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ ഈ K2K റൈഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് എനിക്കറിയാം. അതിന് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് ഭയങ്കര അൺറെസ്പെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റെൻഡറിങ് ഇഷ്യൂവും ഒരുപാട് ടൈം റെൻഡർ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. സോ എൻ്റെ ഈ റൈഡിലൊക്കെ തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് വന്നത്. സോ ഞാൻ കംപ്ലീറ്റ്ലി വീഡിയോസ് എല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു ചെയ്തിരുന്നത്. സോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഓരോ ദിവസം അപ്ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഇടാമെന്നാണ് തീരുമാനിക്കുന്നത്. സോ എനിവേ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ സൺറൈസ് കുറച്ചൊന്ന് മിസ്സായി. എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിവേ നമുക്ക് കിട്ടിയ സ്പോട്ട് വളരെ നല്ലൊരു സ്പോട്ടാണ്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് നല്ലൊരു ബീച്ചിൻ്റെ വ്യൂവും ആ ബോട്ടൊക്കെ അടുക്കി ഇട്ടേക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ നമുക്ക് ദൂരെ നമ്മുടെ വിവേകാനന്ദ പാറയും കന്യാകുമാരി ക്ഷേത്രവും എല്ലാം തന്നെ കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിയറസ്റ്റ് ആയിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ കൂടെ റോഡ് നമ്മൾ താഴോട്ട് കിടക്കും. ഞാൻ ആക്ച്വലി വന്നപ്പോൾ എനിക്ക് അറിയില്ല ഇങ്ങനെ വഴിയുണ്ടെന്നുള്ള കാര്യം. ഞാൻ ആ പള്ളി കണ്ട് ഞാൻ പള്ളിയിലേക്ക് വന്ന സമയത്താണ് ഇങ്ങനൊരു വഴി ഞാൻ കണ്ടത്. സോ ഈ വഴി എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു സ്പോട്ട് കണ്ടത്. പള്ളിയും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം വന്നപ്പോഴേ നമ്മുടെ ഈ പള്ളിയുടെ ബാക്കിൽ ഈ സൺ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. സോ അതും കൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത്. ഈ ഒരു പള്ളി നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത്. ഇവിടെ നമുക്ക് ആൾക്കാർ അത്യാവശ്യം പ്രയറുമായിട്ട് ഇതിനെ ചുറ്റും സർക്കിൾ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. സോ ഞാൻ വണ്ടി എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. കന്യാകുമാരിയിൽ ഞാൻ രാവിലെ ഒരു 7-8 മണി ടൈമിലാണ് എത്തുന്നത്. സോ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പതുക്കെ ഇവിടെ തിരിക്കുകയാണ്. സോ എൻ്റെ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് വർക്കല പോകാനായിരുന്നു. സോ വർക്കല നമ്മൾ ചെല്ലുന്നു. അവിടെ ഒരു ബീച്ച് സൈഡിൽ തന്നെ ഒരു ടെൻറ്റൊക്കെ ചെയ്ത് കിടക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. മാത്രമല്ല അവിടെ ലോക്കലി അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ ടെൻറ്റ് ചെയ്യാനൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ടെൻറ്റൊക്കെ അടിച്ച് കിടക്കാമെന്നാണ് ഞാൻ ഇനിഷ്യൽ പ്ലാൻ. പക്ഷേ ഞാൻ വർക്കല എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10:30-11 മണി ടൈമിൽ തന്നെ ഞാൻ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈമുണ്ട്. മാത്രമല്ല എൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചിയും കൂടെ ആയിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ തന്നെ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചി പോയി സ്റ്റേ ചെയ്യാമെന്നുള്ള എൻ്റെ ആ പ്ലാനിലേക്ക് ഞാൻ എൻ്റെ ഇനിഷ്യൽ പ്ലാൻ മാറ്റുകയാണ് ചെയ്തത്. ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ഒരിടത്തും സ്റ്റേ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് മാത്രമാണ്. അല്ലാതെ ടെൻറ്റ് സ്റ്റേ കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല. കാരണം എനിക്ക് കൂടുതലും ഹോസ്റ്റൽസ് തന്നെയാണ് താല്പര്യം. ടെൻറ്റും എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ ലോങ് ജേർണീസിൽ നമുക്ക് ടെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് അൺകംഫർട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഹോസ്റ്റലാണ് നോക്കി. ലാസ്റ്റ് ഒരു വഴി ഇല്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ടെൻറ്റ് കൂടെ കൊണ്ടുവന്നത്. സോ കന്യാകുമാരിയെ കുറിച്ച് എനിക്കുള്ളൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അതായത് എനിക്ക് 3-4 പഠിക്കുന്ന സമയത്താണ്. അത് ഞാൻ അത്യാവശ്യം കരഞ്ഞു പിടിച്ചൊക്കെ അമ്മയെ കൊണ്ട് മറ്റേ പവർ റേഞ്ചേഴ്സ് ഡൈനോ തണ്ടറിൻ്റെ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ മേടിക്കാനായിട്ട് കിട്ടുമായിരുന്നു. സോ ഞാൻ അത് പറഞ്ഞ് മേടിച്ചു. പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞത് ആക്ച്വലി ബാറ്ററി തീർന്ന് കാണും, വാങ്ങിച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി ഇട്ടിട്ടും. അങ്ങനെ ഞാനത് വീട്ടിൽ പോയി ഇങ്ങനെ പൊളിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് അതിൽ 1-2 വയറൊക്കെ വിട്ട് കിടക്കുകയായിരുന്നു.
സോ അതൊക്കെ പിടിച്ച് കണക്ട് ചെയ്തപ്പോഴത്തേക്കും എല്ലാം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. സോ എൻ്റെ ഒരു ഓർമ്മ ഇതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കന്യാകുമാരി വരുമ്പോഴത്തേക്കുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് മെയിനായിട്ട് ആ ഡൈനോത്തണ്ടർ വാച്ചാണ്. സോ അടുത്ത നേരം ഞാൻ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. സോ ഫോർട്ട് കൊച്ചിയിലും നല്ലൊരു സ്റ്റേ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ Booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. സോ അവിടെ നമുക്ക് നല്ലൊരു സ്റ്റേ എനിക്ക് കിട്ടി. Booking.com കൂടെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫറും എല്ലാം തന്നെ ഫെയർ പ്രൈസിനെ നിങ്ങൾക്ക് സ്റ്റേ ഒക്കെ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് റിവ്യൂസൊക്കെ തന്നെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാര്യം ത്രൂ ഔട്ട് ദിസ് ജേർണി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പായിരുന്നു Booking.com. സോ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണിത്. ഫൈനലി ഞാൻ കൊച്ചി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കായലിൻ്റെ കാഴ്ചകളൊക്കെയാണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ക്യാമറ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഹെൽമെറ്റ് ക്യാമറ ഇവിടെ കേരളത്തിൽ യൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാരണം പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടേക്ക് നമുക്ക് വേറെ നിവർത്തിയില്ല, കാരണം അത്രയ്ക്കും നല്ല വ്യൂ ആയിരുന്നു എനിക്കിവിടെ കിട്ടിയിരുന്നത്. സോ ഈ ബ്യൂട്ടിഫുൾ വ്യൂ കാണുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇച്ചിരി ചവറ് കിടക്കുന്നത് കാണുന്നുണ്ട്. സോ അത് കാണുമ്പോഴേക്കും വിഷമോ, കാര്യം ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ടും അവിടേക്ക് ഇങ്ങനെ ചവറ് കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് കണക്കുള്ള ചവറുകൾ ഇടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ ഫൈനലി ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ. അതായത് ഇവിടെയാണ് ഞാൻ 2 ദിവസം സ്പെൻഡ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് സാന്റാ മറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റലാണ്. ഇത് നമ്മുടെ ഫെറി സർവീസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോസ്റ്റൽ വരുന്നത്. വളരെ നല്ല ആംബിയൻസും നല്ല ഫുഡ് കിട്ടുന്ന നല്ലൊരു ഹോസ്റ്റലാണ്. മാത്രമല്ല നമുക്കിവിടെ പെറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. നമുക്ക് ഇത് കണക്ക് അവിടെ തന്നെ ഒരു പെറ്റുണ്ട്, നമുക്കെല്ലാം നമ്മുടെ പെറ്റും കൊണ്ടുവരാം. പക്ഷേ ബാക്കി എങ്ങനെയാണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് പെറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പോയില്ല. സോ ഈ കാണുന്നതാണ് എൻ്റെ മുറി. ഇവിടെ എല്ലാം നമുക്ക് കിട്ടുന്ന ഇത് കണക്ക് ഡോമെട്രി സെറ്റപ്പാണ്. നമുക്ക് ബങ്ക് ബെഡ്സ് ആണ് വരുന്നത്. സോ ഈ റൂമിൽ എനിക്ക് അത്യാവശ്യം നല്ല 1-2 ആൾക്കാരെ കമ്പനി കിട്ടിയായിരുന്നു. അമൃത്സറിൽ നിന്നും ഈവൻ ഫ്രാൻസിൽ നിന്നൊക്കെ ഉള്ളൊരു 1-2 ആൾക്കാരൊക്കെ എൻ്റെ ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എനിക്ക് നേരെ ഒന്ന് എടപ്പള്ളി വരെ ഒന്ന് പോകണമായിരുന്നു. കാര്യം എനിക്കൊരു ഹൈഡ്രേഷൻ ബാഗ് മേടിക്കാനായിരുന്നു. സോ എടപ്പള്ളി വരെ പോകേണ്ടത് കളമശ്ശേരിയിലാണ്. സോ ഒരു ഹൈഡ്രേഷൻ ബാഗ് മേടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ ഈ ഒരു ഫെറി സർവീസാണ് എടുത്തത്. ഇത് കാണാൻ എനിക്ക് തൊട്ടടുത്താണ്, ജസ്റ്റ് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇതിലേക്ക് കയറ്റി നമ്മൾക്ക് അടുത്ത് നമ്മുടെ പോർട്ടിലേക്ക് പോയി ഇറങ്ങാനായിട്ട് പറ്റും. സോ അവിടെ നിന്ന് നമുക്ക് പിന്നെ ബൈക്ക് എടുത്ത് കുറച്ച് പോകാനുണ്ട്, ഒരു 10-15 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സോ അത്രയും ഓടിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ കളമശ്ശേരി ചെന്നു. അവിടെ നമ്മളെ റൈനോക്സിൻ്റെ ഷോറൂമിൽ ഞാനൊരു ഹൈഡ്രേഷൻ ബാഗ് മേടിച്ചു. വളരെ നല്ല ബാഗാണ്, പ്രൊമോഷനൊന്നുമല്ല, സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് വൺ. കാര്യം നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇച്ചിരി സ്ലിം ബാഗ് കൂടെ ആണെങ്കിൽ നമ്മൾ ബോഡിയായിട്ട് ചേർന്ന് കിടന്നോളൂ. നമുക്കത് ബാക്കിൽ കിടക്കുകയാണെങ്കിൽ ഇത്രയും നമ്മൾ 2 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര വെയിറ്റ് ഒന്നും തന്നെ ഫീൽ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബാഗും കൂടെ ഞാൻ മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് ഈ ഫെറിയിൽ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. നമുക്കിത് കണക്ക് ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയായിട്ടൊക്കെ പോകുന്ന ഫെറി കാണാനായിട്ട് പറ്റും. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ മെട്രോ കാണാനായിട്ട് പറ്റും, അതായത് വാട്ടർ മെട്രോ കാണാനായിട്ട് പറ്റും. നമുക്കിവിടുത്തെ പോർട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ പോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ നമുക്ക് ഈ ഷിപ്പ് വരുന്നതും അവിടെ ഡോക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഫെറി ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് അടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് പോകാം. അടുത്ത ഞാൻ പോകുന്ന ഹോസ്റ്റലിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ അറിയാം, ലൈക്ക് എൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇവിടുന്ന് വളരെ അടുത്താണ്. എനിക്ക് ഇവിടുന്ന് ആക്ച്വലി ഒരു മിനിറ്റ് പോലും എടുക്കില്ല ഹോസ്റ്റലിലേക്ക് എത്താനായിട്ട്, അത്രയും ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും ഈ ഫെറിയിൽ തന്നെ കയറി പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതല്ല എനിക്ക് ബൈ റോഡ് പോകണം എന്നാണെങ്കിൽ കുറച്ച് ചുറ്റുണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന ഫെറി തന്നെയാണ്. ബാഗ് മേടിച്ചിട്ടുള്ള എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി എല്ലാം ഒന്ന് നടന്ന് കാണുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോസ്റ്റലിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നടന്ന് കാണാനാണ് പ്ലാൻ, കാരണം ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സോ നടന്ന് കാണാൻ ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിൽ. ഈ റോഡിൽ കൂടെ പോകുമ്പോഴും നമുക്ക് ഇവിടെ ഉള്ള ആംബിയൻസും എല്ലാം തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റിനെയൊക്കെ കാണാൻ പറ്റും. ഇത് കണക്കുള്ള ചെറിയ ചെറിയ ഷോപ്പും ഇത് കണക്ക് സാധനം വെക്കുന്നതെല്ലാം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഇച്ചിരി ഫോട്ടോഗ്രാഫി ക്രേസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സോ കണ്ണിൽ കിട്ടുന്നതെല്ലാം തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1-2 ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതല്ല നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസ് കൂടുതൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരെന്ന് പറയുന്നത് ദ ഫ്രെയിം ഗായ് എന്നാണ്, _frame guy. ഫോർട്ട് കൊച്ചിയുടെ സ്ട്രീറ്റ്സിലൂടെ ഞാനിപ്പോൾ നടക്കുകയാണ്. കയ്യിലൊരു ക്യാമറ ഉണ്ട്, കിട്ടാവുന്ന അത്രയും നല്ല ഫോട്ടോസൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. ചുറ്റും കാണുന്നതെല്ലാം ഡച്ച് കൺസ്ട്രക്ഷൻ്റെ ഭംഗി തന്നെയാണ്. ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും എനിക്ക് സന്തോഷം തോന്നിയത് ഇവിടെയുള്ള ഷോപ്സ് എല്ലാം തന്നെ മോസ്റ്റ്ലി ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ കഫേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആ പഴമയുടെ ഒരു ഭംഗിക്ക് തീരെ കോട്ടം തട്ടാത്ത രീതിയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. സ്ട്രീറ്റ്സ് എല്ലാം തന്നെ നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഹബ്ബ് തന്നെയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ആവണം കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ
ടൂറിസ്റ്റ് സ്പോട്ടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതൊരു പ്രൈം എക്സാമ്പിളാണ്. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പഴക്കമുള്ളൊരു പള്ളിയാണിത്. 1503 ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമ മരിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ ബോഡി അടക്കിയിരുന്ന ഒരു ചർച്ചും കൂടിയാണിത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ബോഡി യൂറോപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡച്ച് സിമിത്തേരിയിലേക്ക് എത്താനായിട്ട് പറ്റും. ഒരുപാട് കാണാനില്ലെങ്കിലും നമുക്ക് ആ ഒരു സിമിത്തേരിയെല്ലാം ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ബീച്ചിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഞാൻ അങ്ങനെ ആ ബീച്ചിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ ഈ കപ്പലും നങ്കൂരോട്ട് കിടക്കുന്നതും അടുത്ത തിരമാലകൾ കണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഇനിയും എൻ്റെ ചാനലിലേക്ക് വരുന്നതായിരിക്കും. സോ അത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണക്കുള്ള വീഡിയോസ് ഇനിയും സംഭവിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയറും ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.